ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം സെഷൻസ് വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. S. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, വീണ്ടും പത്മകുമാറിന് തിരിച്ചടി നേരിടുന്ന ഒരു പശ്ചാത്തലം, എന്താണ് സാഹചര്യം? തീർച്ചയായും അഭിലാഷേ, ദ്വാരപാലക ശില്പക്കേസിലാണ് ഈ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. ഇതോടെ A. പത്മകുമാറിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തന്നെ തള്ളിയിരുന്നു. തുടർന്നാണ് ദ്വാരപാലക കേസിൽ ജാമ്യത്തിനായി പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അതുപോലെ തന്നെ ഒരു കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വേണ്ടുന്ന നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നായിരുന്നു പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നടക്കം പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുകയും ചെയ്തു. തുടർന്നാണ് ജാമ്യാപേക്ഷ നിരസിച്ച സാഹചര്യം ഉണ്ടായത്. അഭിലാഷ്, യെസ്, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പത്മകുമാറിന് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ആണ് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതായി വരുന്നത്. അതിൽ എടുത്തു പറയുന്നത്, പത്മകുമാർ കാലങ്ങളായി ശബരിമലയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആൾ ആണ്. ഭക്തിയുടെ ഭാഗമായി തന്നെ ശബരിമലയെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ള ആൾ എന്ന് കോടതി അല്ലെങ്കിൽ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെയുള്ള പത്മകുമാറാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം ചെമ്പ് തകിടാണ് ഉള്ളത് എന്നത് നിരീക്ഷണം നടത്തിയത്. അത് സാമാന്യ യുക്തിക്ക് പോലും നിരക്കുന്ന ഒന്നല്ല. അവിടെ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് സാങ്കേതികമായ അറിവിനപ്പുറത്ത് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന പത്മകുമാറിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഏതാണ്ട് 1 വർഷത്തിന് ശേഷം ആണ് ഈ ദ്വാരപാലക പാളികളിൽ അടക്കം സ്വർണം മിനുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയത് എന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുന്നു. ഈ മിനിറ്റ്സിൽ അടക്കം സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന നിരീക്ഷണത്തെ SIT പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടാകുന്നു. തന്ത്രിയുടെ ആവശ്യപ്രകാരമായിരുന്നു സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് എന്ന വാദം ശരിയല്ല എന്ന നിരീക്ഷണത്തിലേക്ക് SIT എത്തിയ പശ്ചാത്തലമുണ്ടാകുന്നു. അതായത് ഈ ഒരു തട്ടിപ്പിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ വാദങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ ഘട്ടത്തിൽ പത്മകുമാറിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാ മറ്റൊരു ജാമ്യാപേക്ഷ കൂടി തള്ളുന്ന സാഹചര്യം ആണുള്ളത്. പല കേസുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ശബരിമലയിലെ ഏതാണ്ട് സ്വർണ്ണം മുഴുവനും തട്ടിപ്പ് സംഘം കടത്താനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന കണ്ടെത്തലിലേക്ക്, ഗുരുതരമായ കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ പത്മകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ, മുൻ MLA കൂടിയായിട്ടുള്ള ഒരാൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരാൾ കൃത്യമായി തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന SITയുടെ കണ്ടെത്തലും നിരീക്ഷണവും നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി തിരിച്ചടി ഉണ്ടാകുന്നത് പത്മകുമാറിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.